നമസ്കാരം, ഞാൻ രതീഷ് കൃഷ്ണൻ, ആക്ടറാണ്. മലയാള സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന സിനിമയിലൂടെയാണ് എന്നെ പലർക്കും അറിയാവുന്നത്. ഞാൻ അതിനു മുന്നേ മുദ്ദുഗൗ എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മുദ്ദുഗൗവിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം ആഭാസം, അങ്ങനെ 1-2 പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയിൽ ഒരവസരം മമ്മൂക്ക എന്ന മഹാനടൻ കാരണമാണ് തുറന്നു കിട്ടുന്നത്. അങ്ങനെ ഒരു വില്ലനായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. പിന്നീട് മാമാങ്കം, ട്രാൻസ്, പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്ത് പിന്നീട് കോശിച്ചായൻ്റെ പറമ്പ് എന്ന സിനിമയിലൂടെ നായകനായി സൈബീരിയൻ കോളനി എന്ന സിനിമയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞു. ഇനി റിലീസ് ആവാനുള്ള ചിത്രങ്ങൾ JSK, എതിരെ എന്നിവയാണ്. 4 വയസ്സുള്ളപ്പോൾ മുതൽ അഭിനയത്തിനോട് നല്ല പാഷൻ ഉണ്ടായിരുന്നു. മനേൽ കുളങ്ങര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടി നടത്തിയിരുന്ന ഒരു ആർട്സ് ക്ലബ്ബ്, ആ ക്ലബിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടാണ് കലാപ്രവർത്തനങ്ങളുടെയൊക്കെ തുടക്കം. ആക്ടിങ് അങ്ങനെയാണ്, മോണോ ആക്ടിലൂടെയൊക്കെ തന്നെയാണ് ആക്ടിങ്ങിലൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതും. ഒരു ഫാൻസി ഡ്രസ് പരിപാടിയുടെ അവാർഡ് ദാനം കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് സിനിമ നടനാവണമെന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ EDC ക്രിയേറ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് എന്നൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഐ എം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. അപ്പോഴാണ് എനിക്ക് അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരവസരം കിട്ടുന്നത്. അത് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ് അത് എന്നിലേക്ക് വന്നത്. അബ്രഹാമിൻ്റെ സന്തതികളിലേക്ക് ഒരു വിളി വരുന്നതിന് മുമ്പേ തന്നെ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് പാഷനേറ്റായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരുന്നു. കാരണം ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്തായിട്ട് കൂടിയിരുന്നു ആ സമയത്ത്. ഞാൻ കൂടുതൽ പേരൊന്നും ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പറ്റിച്ചു എന്നെ. എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് 2 പടങ്ങൾ പൂജ നടത്തുകയുണ്ടായി. അതൊക്കെ സുഹൃത്തായി, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിച്ച ആ മനുഷ്യൻ എന്നെ നല്ല വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നുള്ളത് പിന്നീട് അറിഞ്ഞപ്പോൾ ആ ഒരു സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ സംഭവിച്ചതാണ്. എൻ്റെ മുഖം തന്നെ പകുതി തളർന്നു പോകുന്ന സിറ്റുവേഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നടനാവാൻ നിൽക്കുന്ന ഒരാളുടെ മുഖം തളർന്നു പോയാലുള്ള ഒരവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ വെച്ചിട്ട് പതുക്കെ ഞാൻ തിരിച്ചു കയറി. അതിനുശേഷമാണ് അബ്രഹാമിൻ്റെ സന്തതികളിലേക്ക് ഒരു വിളി വരുന്നത്. അവിടുന്ന് കംപ്ലീറ്റ്ലി എല്ലാം ചേഞ്ച് ആവുകയായിരുന്നു. ഇനി സിനിമ വേണോ ജോലി വേണോ എന്ന് രതീഷ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ചോസ് സിനിമ. എവിടെയോ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നത്, ജോലി കളഞ്ഞത് ഒരിക്കലും തെറ്റായിരുന്നു എന്ന് ഒരു സിറ്റുവേഷനിലും, എത്ര കഷ്ടപ്പെട്ട് നടക്കുന്ന സിറ്റുവേഷനാണേലും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. മമ്മൂക്ക എങ്ങനെ കണ്ടെത്തി എന്നുള്ളത്, ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനൊരു മെസ്സേജ് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എനിക്ക് ബ്ലെസ്സിങ്സ് വേണം, ഞാൻ തുടങ്ങുകയാണ് അഭിനയം, അതായിരുന്നു പാഷൻ, അതുകൊണ്ട് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു. ഫ്രണ്ട്സും എല്ലാവരും കളിയാക്കും, നമ്മൾ പറയുമല്ലോ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് നോക്കാമെന്നൊക്കെ ഉള്ളു. പൊതുവെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല രീതിയിൽ കളിയാക്കിയതാണ്. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് പരിപാടി വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഫ്രണ്ട്സ് തന്നെ പറഞ്ഞ, ഡെയിലി 100 കണക്കിന് മെസ്സേജ് വരുന്നൊരു മനുഷ്യൻ, ഇയാൾക്ക് മെസ്സേജിന് പ്രിപ്ലൈ ചെയ്യാനിരിക്കുമോ, അയാൾ കാത്തിരുന്നോളാം, ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മാസ്റ്റർ പീസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് കൊല്ലത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയം ഇൻഫാക്ട് മറ്റേ പണി കിട്ടിയിട്ട് മുഖം പകുതി തിളർന്ന് കിടക്കുന്ന സമയമായിരുന്നു. ഞാനിപ്പോഴും ബിലീവ് ചെയ്യുന്നത്, ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് 10 ഷോർട്ട് ഫിലിംസ് ആയിട്ട് ഡൺ ഇൻ ദ നെയിം ലൈക്ക് ടെക്കി ബ്രെയിൻ ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഐ എം ദ ഫൗണ്ടർ ഓഫ് ദാറ്റ്. അബ്രഹാമിൻ്റെ സന്തതികൾ ബ്ലോക്ക് ബസ്റ്റർ ആയി കഴിഞ്ഞ് തുരുതുരാ പടങ്ങൾ വരുന്നു, അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻ ആണല്ലോ. അത് മറ്റേത് സിനിമ മോഹിക്കുന്നതൊക്കെ ഞാനും മോഹിച്ചിരുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല സിനിമ എന്ന് അനുഭവം പഠിപ്പിക്കും. The more you love cinema and like the more you chase cinema, one fine day cinema will stop making you chase cinema. അങ്ങനൊരു സാധനമുണ്ട്. പതുക്കെ സിനിമ നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു വെയിറ്റിലാണ് എല്ലാവരും, എല്ലാ ആക്ടേഴ്സും. ഇൻഫാക്ട് അബ്രഹാമിൻ്റെ സന്തതികൾ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്.
ആ സമയത്ത് എൻ്റെ ഒരു കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്തൊരു ആഡ് ഫിലിം ഉണ്ടായിരുന്നു. അത് വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു ആഡ്. ഞാനും മറ്റേ അയ്യപ്പനും കോശിക്കാത്തൊക്കെ അഭിനയിച്ച ധന്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റും കൂടി ചെയ്തതാണ്. അത് 9 മില്യൺ ഡിജിറ്റൽ വ്യൂസ് ഓൾറെഡി പോയി വൈറലായൊരു സംഭവമാണ്. മമ്മൂക്കയാണ് അബ്രാമിൻ്റെ സന്ധിയിൽ തരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും മമ്മൂക്ക കാരണം തന്നെയാണ് കോശിച്ചായൻ്റെ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കൊക്കെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ എന്തിനെ, ഇപ്പം ഞാൻ സിനിമയല്ല ഞാൻ പറയുന്നത്, എന്തിനെ സമീപിച്ചാലും അത് കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഈ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടും. എനിക്ക് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നൊരു പരിപാടി കിട്ടിയായിരുന്നു. ഈ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ്. അത് ധ്രുവവും ജോണി വാക്കറും, രണ്ടും ഷോർട്ട് ഫിലിംസാണ്. ഈ 2 പടങ്ങളും മമ്മൂക്കയുടെ മെയിൻ സ്ട്രീം ഫിലിംസാണ്. അത് നമ്മൾ പേർപ്പസ്ലി ഇട്ടതല്ല. ഷോർട്ട് ഫിലിംസിന് വേണ്ടുന്ന രീതിയിൽ വന്ന കഥയ്ക്ക് അനുയോജ്യമായ പേരുകൾ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ മമ്മൂക്കയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തത് താങ്ക് യു തലേവ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. അത് കഥ, തിരക്കഥ, സംഭാഷണം, ഗാനം ഞാനായിരുന്നു. 2000 റുപ്പീസ് കണ്ട് ആദ്യമായിട്ട് എൻ്റെ റവന്യൂ വന്നായിരുന്നു യൂട്യൂബിൽ നിന്ന്. അതിനകത്ത് 1000 റുപ്പീസ് ഞാൻ പേഴ്സണലി മണി ഓർഡർ ആയിട്ട് രജനീകാന്തിന് അയച്ചു കൊടുത്തു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ലിങ്കാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇഷ്യൂസ് നടക്കുകയാണ്. എല്ലാവരും രജനി സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് തിരിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം നടക്കുന്ന സമയമാണ്. ഞാൻ മാർക്കറ്റിംഗ് സൈഡും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മാർക്കറ്റിംഗ് ഒക്കെ എന്തെങ്കിലും നടക്കും എന്നുള്ള രീതിയിലും കൂടിയാണ് അത് ചെയ്തത്. ആദ്യമായിട്ട് രജനീകാന്തിന് കാശ് അങ്ങോട്ട് കൊടുക്കുന്നത് ടെക്കി ബ്രെയിൻ ഫിലിംസിലെ ക്രിഷ് എന്നുള്ള സാധനം. പക്ഷേ അത് ഫീച്ചറൊക്കെ ചെയ്തു വന്നു. ബാംഗ്ലൂർ മിററിനകത്ത് ഫീച്ചർ ചെയ്ത് വന്നൊരു ആർട്ടിക്കിളായിട്ടൊക്കെ വന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇനിയുള്ള പ്ലാനുകൾ. ഇനി റിലീസാവാനുള്ള ചിത്രങ്ങൾ JSK ആണ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. റിലീസ് എന്തായാലും ഡിസംബറിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ത്യ മൊത്തം സംസാരിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. ഇന്ത്യ മൊത്തത്തിൽ സംസാരിക്കാൻ പോകുന്നൊരു ചിത്രം തന്നെയായിരിക്കും JSK. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അത് കഴിഞ്ഞ് അമൽ കെ ജോബിയുടെ എതിരെ, ഗുമസ്തൻ എന്നൊക്കെ പറഞ്ഞ ഫിലിമില്ലേ ഇപ്പം റിലീസായ, അപ്പോൾ അതിൻ്റെ തന്നെ ഡയറക്ടറിൻ്റെ ഫിലിമാണ് എതിരെ. അതിനകത്തും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നായകനായിട്ട് ഒരു തമിഴ് പടം റിലീസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഷൂട്ടെല്ലാം കഴിഞ്ഞു. വാരണം എന്നാണ് അതിൻ്റെ പേര്. ഓംകാർ, ഡയറക്ടർ ഓംകാർ സാറാണ് അതിൻ്റെ ഡയറക്ടർ. ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ഇറങ്ങുന്നവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ള വളർച്ചയൊന്നും എനിക്കായിട്ടില്ല. പക്ഷേ ഇഫ് അറ്റ് ഓൾ യു ആർ റെഡി ടു ഗിവ് യു 100% അല്ല, 100-200 എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കൊടുക്കാൻ, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ബാക്കി ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളവിടെ എത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. സോ thank you very much for bearing with me. Actor Krish, Ratish Krishnan signing out from It's Me, The Real Me.